എനിക്കറിയാം എന്തായാലും എൻ്റെ പാട്ടിന് വേണ്ടിയിട്ടും ഞാൻ ഇപ്പം അവിടം വിട്ട് വന്നതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. എൻ്റെ അമ്മയുടെ സന്തോഷമേ ഉണ്ടാവുള്ളൂ. അത് എൻ്റെ അമ്മ തന്നൊരു ഗിഫ്റ്റാണ് എനിക്ക് ആ പാട്ട്. ഉറപ്പായിട്ടും അത് ഞാൻ റിയലൈസ് ചെയ്യാൻ പോലും കുറച്ചും കൂടെ ലേറ്റായി എന്നുള്ളതാണ്. എൻ്റെ മെച്യൂരിറ്റി ലെവൽ അത്രയേ ഉള്ളൂ. ആ മെച്യൂരിറ്റി ലെവലുള്ള സമയത്ത് എൻ്റെ അമ്മ പോയത് എന്നെ വിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ മാസ് പടമൊന്നും ഇല്ല, കൂടുതൽ ആൾക്കാർ കാണാൻ വരുന്ന സിനിമ അതന്നെ ഉള്ളൂ മാസ്, അതിനുള്ള സത്യം. അപ്പോൾ എൻ്റെ ചില ധാരണകളും തെറ്റിദ്ധാരണകളും പോലും ഈ ഒരു മാസ് സംവിധായകൻ മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ വൈശാഖന്റെ പടം നിനക്ക് കിട്ടിയിരിക്കുകയാണ്, നീ അത് ചെയ്താൽ മതി, നമുക്ക് അടുത്ത പരിപാടി പിടിക്കാം, നീ എനിക്ക് വേണ്ടി വാദിക്കൊന്നും വേണ്ട. ആ യാത്രയിൽ ഒത്തിരി തട്ടുകേട് വന്നിട്ടുണ്ടല്ലേ? ചെറിയ തട്ടുകേടൊന്നുമല്ല ഹൈദരക്ക, ഭീകരമായിട്ട് നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ പറയാം, ഞാൻ അന്ന് ഞാൻ സ്റ്റാർ സിംഗറിന്റെ കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഞാൻ അവസാനത്തെ 20-25 പേരിൽ ഒരാളായിരുന്നു. 6 റൗണ്ട് വരെ പോയ ആളായിരുന്നു. അപ്പോൾ അത്യാവശ്യം ചില ആൾക്കാർക്ക് എന്നെ കണ്ടാലൊക്കെ മനസ്സിലാവും. അപ്പോൾ എനിക്കൊരു ചെറിയ കാറുണ്ട്, എസ്റ്റിലോ കാറുണ്ട്. അപ്പോൾ ആ കാറൊക്കെ ഞാൻ ഓടിച്ചു പോകുമ്പോൾ ഞാൻ AC ഓഫാക്കിയിട്ട് ഓടിക്കുള്ളൂ, കാരണം എനിക്ക് പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടാവില്ല. AC ഓഫാക്കിയിട്ട് ഓടിക്കും. പക്ഷെ ചൂട് കാരണം ആൾക്കാർ തുറന്നതിന് ആൾക്കാർ ഇനി എന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കയറ്റിയിട്ട് വേർത്ത് ഓടിക്കും. അപ്പോൾ ആ ഒരു അത്രയും സ്ട്രെയിൻ, ഇതിനെ ചെറിയ ഉദാഹരണമായിട്ട് പറഞ്ഞാണ്, പക്ഷെ അത്രയും സ്ട്രെയിൻ എൻ്റെ മ്യൂസിക്കൽ ലൈഫിൽ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രഞ്ജൻ എവിടെ പോയാലും ആ പാട്ടാണ് ആളുകൾ ചോദിക്കുള്ളൂ. ഏത് സിനിമ ചെയ്താലും അതെ, ആ ഒരു പാട്ട് വേണം. ആ പാട്ടിൽ പറയുമ്പോഴാണ് അമ്മയായിട്ടുള്ള ഇമോഷനാണ്. അതെ അല്ലേ? അത് സ്വന്തം ലൈഫുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അതായത് എൻ്റെ അമ്മ ജോസഫ്, എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് കാണണം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പാട്ടുകാരനായിട്ട്. അമ്മയ്ക്ക് പാട്ടുകാരനാണ് അമ്മ ശരിക്കും ആഗ്രഹിച്ചത്. പിന്നെ എൻ്റെ എയിം മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മ അതിൻ്റെ പുറകിലായി. അപ്പം ഞാൻ ചെയ്യുന്ന ആഡൊക്കെ എനിക്ക് തോന്നുന്നു അമ്മ 100, 200, 300 തവണ കേട്ടിട്ടുണ്ടാവും. ഫുൾ ടൈം ഹെഡ്ഫോണാണ് ഈ പറഞ്ഞ ആഡ് കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ ചെയ്ത യൂട്യൂബിൽ കയറി ആഡുകളും കാര്യങ്ങളാണ്. ആ സമയത്ത് നവംബർ 16 ജോസഫ് ഇറങ്ങുന്നു, സെപ്റ്റംബർ 20 അമ്മ മരിക്കുന്നു. 2 മാസം മുന്നേ അമ്മ മരിക്കുന്നു. ആ സമയം വരെ പൂമത്തോളെ എന്ന് പറഞ്ഞ പാട്ട് ഉണ്ടാക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു, ആരും പറഞ്ഞിട്ടില്ല അതിനെപ്പറ്റി. അതിനുശേഷം അമ്മയുടെ മരണം കഴിഞ്ഞ് എൻ്റെ വീട്ടിലെ ആൾക്കാരൊക്കെ ഈ കാണാനും ഞങ്ങളെ കാണാനൊക്കെ വന്നിരിക്കുന്ന സമയത്താണ് ജോയിച്ചേട്ടൻ വിളിച്ച് പറഞ്ഞാൽ ഒരു പാട്ടും കൂടെ ചെയ്യണം, നമുക്ക് ഉണരുമീകാനൊക്കെ പോലെ രാജാ സാറ് പണ്ട് ചെയ്ത പോലെ തബലയൊക്കെ വെച്ചുകൊണ്ടൊരു പാട്ട് ചെയ്യണം. ഈ സമയത്ത് എന്നോട് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല, നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാനത് ഡ്രോപ്പ് ചെയ്യും, പക്ഷെ നീ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും, കാരണം ഇത്രയും നീ കഷ്ടപ്പെട്ട് ബാക്കി പാട്ടുകളൊക്കെ ചെയ്തതാണ്, ഈ പാട്ട് നീ തന്നെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ അപ്പോൾ പുറത്തിറങ്ങിയിട്ട് പാലക്കാടാണ്. അപ്പോൾ തിണ്ണയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഉണ്ടായ പല്ലവിയാണത്. അപ്പുറത്ത് ആൾക്കാരൊക്കെ വന്ന് പോകുന്നുണ്ട്, കരണ്ട് പോയ സമയമായിരുന്നു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത്. അപ്പം ഇങ്ങനെ ഉണ്ടായ പല്ലവിയാണ്. എന്നിട്ട് അമ്മ മരിച്ച് 4ാമത്തെ ദിവസം ആയിട്ടുള്ളൂ. പിറ്റേ ദിവസം ഞാൻ കൊച്ചിക്ക് വന്നു. ആക്ച്വലി ഞാൻ അവിടെ നിൽക്കേണ്ട ആളാണ്, പക്ഷേ എനിക്കറിയാം എന്തായാലും എൻ്റെ പാട്ടിന് വേണ്ടിയിട്ടും ഞാൻ ഇപ്പം അവിടം വിട്ട് വന്നതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല, എൻ്റെ അമ്മയുടെ സന്തോഷമേ ഉണ്ടാവുള്ളൂ. ഞാൻ തിരിച്ച് കൊച്ചിക്ക് വന്നു. പിറ്റേ ദിവസം വന്നു, ഞാൻ ജസ്റ്റ് മൈക്ക് ഓണാക്കിയിട്ട് ഒറ്റ ടേക്കിൽ പാടിയതാണ് എൻ്റെ അനുപല്ലവി. ഞാൻ പ്ലാൻ ചെയ്തിട്ടേ ഇല്ല അനുപല്ലവിയെ കുറിച്ച്. അപ്പോൾ അങ്ങനെ അത് സംഭവിച്ചതാണ് ഹൈദരക്കാത്. ആക്ച്വലി അത് ആ പാട്ട് എൻ്റെ ലൈഫായിട്ട് അറിഞ്ഞോ അറിയാതെയോ ഞാൻ മനഃപൂർവ്വം അമ്മയെ ആലോചിച്ച് ഞാൻ ചെയ്ത പാട്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പലരും പല ഇൻ്റർവ്യൂസിലും, ഞാൻ ഒരു സ്ഥലത്ത് ഇത് പറഞ്ഞ ശേഷം പല ഇൻ്റർവ്യൂസിനെ പറ്റി പറയും. അപ്പം ഞാൻ പറയും, ഞാൻ അതിലുള്ള മെലോ ഡ്രാമ പൊക്കിയെടുക്കാനല്ല ഞാൻ നോക്കുന്നത്. ആക്ച്വലി അത് എൻ്റെ അമ്മ തന്നൊരു ഗിഫ്റ്റാണ് എനിക്ക് ആ പാട്ട്. ഉറപ്പായിട്ടും അത് ഞാൻ റിയലൈസ് ചെയ്യാൻ പോലും കുറച്ചും കൂടെ ലേറ്റായി എന്നുള്ളതാണ്. എൻ്റെ മെച്യൂരിറ്റി ലെവൽ അത്രയേ ഉള്ളൂ. ആ മെച്യൂരിറ്റി ലെവലുള്ള സമയത്ത് എൻ്റെ അമ്മ പോയതാണ്, എന്നെ വിട്ട്. ആ ഒരു സമയത്ത് അമ്മ പോയതാണ്. പക്ഷെ പിന്നീട് ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴാണ് അതിൻ്റെ വ്യാപ്തിയും ആഴവും എത്രമാത്രം ഒരു ഗിഫ്റ്റ് തന്നിട്ടാണ് പോയതെന്നുള്ള സാധനം എനിക്ക് തന്നെ റിയലൈസേഷൻ ഉണ്ടാവുന്നത്. അഭിലാഷുമായിട്ടുള്ള കണക്ഷൻ വലിയ കണക്ഷനാണ്. നിങ്ങൾ തമ്മിലുള്ള യാത്ര 5ാമത്തെ സിനിമയിലേക്ക് എത്തിക്കുന്നു അല്ലേ? അതെങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയുള്ള ഒരു കഥ എങ്ങനെയാണ്? എനിക്ക് പപ്പേട്ടൻ ആണ് അഭിലാഷിനെ ഒരു തമിഴ് പടം ചെയ്യാനായിട്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഭിലാഷ് എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അഭിലാഷ് പിന്നെ ഇവൻ എന്ന് പറഞ്ഞ പിന്നെ ഫോൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് കോൾ തന്നെ 1 മണിക്കൂറൊക്കെയാണ്. അപ്പോഴേ മനസ്സിലായി ഇവനൊരു കിളിപോയ ഒരു പാറ്റേൺ ആണല്ലോ. അതായത് 1 മണിക്കൂറൊക്കെ വിളിച്ചങ്ങ് സംസാരിക്കുകയാണ്, കഥ ഫുൾ ഇങ്ങനെ പറയാം. ഇവൻ ആള് ഭയങ്കര പാഷൻ, ചില്ലറ പാഷനല്ല. മലയാള സിനിമയത്തെ എല്ലാ ഡയറക്ടേഴ്സിൻ്റെ കൂടി സിനിമ ചെയ്യാൻ പോകണമെന്ന് അവൻ പറയുന്നത്. അപ്പൊ എനിക്ക് ജോസഫ് അതിനെ കുറച്ച് പരിചയങ്ങളുണ്ടല്ലോ. അപ്പൊ ഞാൻ ബോബൻ സാമുവലിനെ കുറിച്ച് പറയും, ബോബൻ ചേട്ടൻ്റെ അടുത്ത് ഈ പടം ഞാനാ ചെയ്യുന്നു. അപ്പൊ ഞാൻ പറയും വേറൊരു നിതിൻ രഞ്ജി പണിക്കർ പറയും, നിതിനോട് ഞാൻ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്, അടുത്തത് ഞാൻ നിതിൻ്റെ കൂടെ ആയിരിക്കും. അങ്ങനെ എല്ലാ ഡയറക്ടർമാരുടെ കൂടെ പടം ചെയ്യണമെന്നുള്ളതാണ് ഈ പറഞ്ഞത്. ഓരോ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ആരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടാവോ അവരുടെ കൂടെയൊക്കെ ഇവൻ കഥ പറഞ്ഞു കഴിഞ്ഞു. ആ സമയത്ത് അഭിലാഷായിട്ട് ക്ലോസ് ആയിട്ടില്ലല്ലോ, ഫ്രണ്ട് ആയിട്ടില്ല, പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ ഞാൻ. അപ്പോഴും ഇവനെ മനസ്സിലാക്കി ഇവനാള് വേറെ ലീഗാണ്. അവന്റെ പാഷനെ ആ സിനിമ എത്തിയ, അതായത് അവൻ കുറച്ചൊക്കെ എക്സാജുറേറ്റ് ചെയ്തിട്ടൊക്കെ പറയുന്നത് ആ സമയത്ത്. കാരണം അവൻ എങ്ങനെ ഇത് അച്ചീവ് ചെയ്തേ പറ്റൂ. അത് എനിക്ക് എൻ്റെ വന്ന വഴി അറിയാലോ, ഒരു സപ്പോർട്ടും ഇല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ളൂ.
അപ്പൊ എനിക്ക് അപ്പൊ തന്നെ അറിയാം ഇവൻ പൊളിക്കും പൊളിക്കാനാ പോകുന്നെന്ന്, കാരണം അമ്മാതിരി ഭ്രാന്തൻ. അപ്പോ ആ ഒരു വൈബ് എനിക്ക് ഭയങ്കരമായിട്ട് അഭിലാഷിന്റെ കണക്ട് ആയി. ഫസ്റ്റ് പടം ഞങ്ങൾ കടാവർ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും ഡയറക്ടർ കൂടെ അല്ല, ഞാനും അഭിലാഷുമാണ് ഡിസ്കഷൻസ്. കാരണം ഡയറക്ടർ ചെന്നൈയിലായിരുന്നു, ഞങ്ങൾ കൊച്ചിയിലിരുന്ന് വർക്ക് ചെയ്തു. അഭിലാഷിന്റെ ഇഷ്ടമൊക്കെ അനുസരിച്ചിട്ടൊക്കെയാണ് കൂടുതലും ആ പടം ചെയ്തത്. പിന്നെ അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഡ്രൈവ് ചെയ്തു. എന്നെ വൈശാഖേട്ടൻ്റെ അടുത്തേക്ക്, വൈശാഖേട്ടൻ എന്ന് പറയുന്ന ആള് ഗോപി സുന്ദറാണ് എനിക്ക് തോന്നുന്നു. ആദ്യത്തെ സിനിമ രാജമണി സാറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, പിന്നെ എല്ലാം ഗോപിച്ചേട്ടനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മ്യൂസിക് എം ജയേന്ദ്രൻ സാറും ചെയ്തിട്ടുണ്ട്, പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പുള്ളി മാറ്റിയിട്ടേ ഇല്ല, അത് ഗോപിച്ചേട്ടനാണ്. അപ്പോൾ എനിക്കറിയാം വൈശാഖിന്റെ കൂടെ പടം ചെയ്യാൻ പോകണം. അഭിലാഷ് തന്നെ വിളിച്ച് പറയാം, എന്നിട്ട് എന്നോട് എടാ പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ കഴിച്ചോടാ. അപ്പൊ എനിക്കറിയാം, ഞാൻ പറയാം അളിയാ വേണ്ട, നിനക്ക് വൈശാഖിന്റെ പടം. അപ്പോഴേക്കും ഞങ്ങൾ സുഹൃത്തുക്കളായി. പിന്നെ വൈശാഖിന്റെ പടം നിനക്ക് കിട്ടിയിരിക്കുകയാണ്, നീ അത് ചെയ്താൽ മതി, നമുക്ക് അടുത്ത പരിപാടി പിടിക്കാം, നീ എനിക്ക് വേണ്ടി വാദിക്കൊന്നും വേണ്ട. പിന്നെ ആൻഡ്രോ ചേട്ടൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ ആൻഡ്രോ ചേട്ടനെ പോലത്തെ ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി എനിക്ക് ഒരു രീതിയിൽ അവരായിട്ട് ഞാൻ കണക്റ്റഡേ അല്ല. അപ്പോൾ എന്നെ പോലെ ഒരാളെ വെക്കുമോ എന്ന് എനിക്കറിയില്ല. ആ സമയത്തുള്ള ഒരു ധാരണകൾ അങ്ങനെയൊക്കെയാണ് എനിക്ക്. ഞാൻ അവിടേക്ക് എത്താറായോ, ആൻഡ്രോ ചേട്ടൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ചെയ്യാറായോ എന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ ഇവൻ പിച്ച് വൈശാഖേട്ടനോട് പറഞ്ഞ് കൺവിൻസ് ചെയ്തെന്നുള്ളതാണ്. വൈശാഖേട്ടൻ പിന്നെ എന്നെ വിളിച്ച് പെട്ടെന്ന് കാണാൻ വരാൻ പറഞ്ഞു. വൈശാഖൻ പറഞ്ഞ പോലെ ഞാൻ കംപ്ലീറ്റ്ലി മാറ്റി പിടിക്കുകയാണ്. അപ്പോൾ നീ എപ്പോഴും തൊടുന്ന ഒരു ടോൺ ഉണ്ടാവില്ലേ, ആ ടോൺ തൊടരുത്, അത്രേ ഉള്ളൂ എൻ്റെ ഡിമാൻഡ്. എപ്പോഴും തൊടുന്ന സാധനത്തിലേക്ക് നീ പോയി കഴിഞ്ഞാൽ അപ്പം നീ അത് കട്ട് ചെയ്യുക, അടുത്ത ടോണിലേക്ക് പോകും, അത് മാത്രം നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു വൈശാഖിന്റെ കൂടെ. കിഡിലം എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നാമത് ഒത്തിരി മാസിന്റെ രാജ. അപ്പോ വൈശാഖേട്ടനെ പേടിച്ച് വരച്ചാണ് ഞാൻ പോകുന്നത്. പക്ഷെ വൈശാഖേട്ടൻ നമ്മളെ ഭയങ്കര കൂളാക്കി കളഞ്ഞു. അതിന്റെ കൂടെ നോബിൾ ഏട്ടനൊക്കെ എന്നോട് പറയുന്നുണ്ട്, നമ്മുടെ പ്രൊഡക്ഷൻ നോബിൾ ഏട്ടൻ എന്നോട് പറയുന്നത്, രഞ്ജ മധുരരാജ വന്നു, മധുരരാജ ചെയ്യുമ്പോൾ ഗോപിച്ചേട്ടനെ ഒരു 7 ദിവസം എന്ന് പറഞ്ഞിട്ട് ചെന്നൈക്ക് വൈശാഖേട്ടൻ കൊണ്ടുപോയിട്ട് 32ാമത്തെ ദിവസമാണ് വിട്ടത്. അപ്പോ ഞാൻ നല്ല പേടിച്ചിട്ടാ ഇരുന്നത്. ഒരു കർഷം പോലും ഉണ്ടായില്ല എന്നുള്ളത് സ്കോറിൽ വൈശാഖേട്ടൻ്റെ പടത്തിൽ നൈറ്റ് ഡ്രൈവില്. എനിക്കൊന്നും ചെറിയ കാര്യങ്ങൾ വൈശാഖേട്ടൻ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ചെയ്തിട്ടാണ് കൊണ്ട് കാണിക്കുന്നത് വൈശാഖേട്ടൻ. കാരണം വൈശാഖേട്ടൻ മോൺസ്റ്ററിന്റെ ഷൂട്ടിലേക്ക് പോയി. ഈ നൈറ്റ് ഡ്രൈവ് കഴിഞ്ഞ ഒട്ടന്നെ മോൺസ്റ്ററിന്റെ ഷൂട്ടിലേക്ക് പോയി. ഞാനും അഭിലാഷിനെ വൈശാഖേട്ടൻ കുറെ റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിച്ചിട്ടാണ് പോസ്റ്റ് പ്രൊഡക്ഷന്റെ കുറെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പേടിച്ചിട്ടാണ്. അഭിലാഷിനെ സ്കോർ കാണിക്കുന്നുണ്ട്, അവനും ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. വൈശാഖേട്ടൻ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് പറയാൻ പറ്റില്ല, കാരണം വൈശാഖേട്ടൻ സഞ്ചരിക്കാത്ത മ്യൂസിക് ഒന്നും ഇല്ല മലയാളത്തിൽ. അപ്പോൾ എന്തായിരിക്കും അറിയില്ല. അപ്പോൾ ഇവനും എനിക്ക് കോൺഫിഡൻസ് തരുന്നില്ല. ശരിയാണ്, ഓക്കെയാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ എങ്കിലും വൈശാഖേട്ടൻ ഓക്കെയാണെന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ ഷെറാട്ടണിലെ കൊണ്ടുപോയിട്ട് ഹെഡ്ഫോൺ വെച്ച് വൈശാഖേട്ടൻ കേൾക്കുന്നത്. അപ്പോൾ തന്നെ അഭിലാഷ് പറഞ്ഞാ ഇനി അവനെ ശല്യം ചെയ്യരുത്, ഈ അവൻ ചെയ്തോട്ടെ, അവൻ ഓക്കെയാണ്, അവൻ ചെയ്യുന്നതൊക്കെ ഓക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, മോനെ മാസ് പടമൊന്നും ഇല്ല, കൂടുതൽ ആൾക്കാർ കാണാൻ വരുന്ന സിനിമ അതന്നെ ഉള്ളൂ മാസ്, അതന്നെയാണല്ലോ സത്യം. അപ്പോൾ എൻ്റെ ചില ധാരണകളും തെറ്റിദ്ധാരണകൾ പോലും ഈ ഒരു മാസ് സംവിധായകൻ മാറ്റിയിട്ടുണ്ട് വൈശാഖേട്ടൻ. അപ്പോൾ അവിടെ എന്നെ കൊണ്ടെത്തിച്ചു അഭിലാഷ്. പിന്നെ അപ്പോഴേക്കും പപ്പേട്ടൻ എന്നെ കൊണ്ടുവന്ന പപ്പേട്ടന്റെ പടം 10ാം നടക്കുന്നു. അതിലൂടെ ഹിറ്റ് പാട്ടിലുണ്ടായി, ഏലമലക്കാടിനുള്ളിൽ എന്ന് പറഞ്ഞ സോങ് ഉണ്ടായി. സ്കോറിനും ഞങ്ങൾ ബുഡാപെസ്റ്റിലൊക്കെ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ലൈവ് റെക്കോർഡിംഗ് സെഷനൊക്കെ വെച്ചു. അപ്പോൾ അതൊക്കെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മാളികപ്പുറം അത് അടിച്ചു കയറി. നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന എല്ലാ പടങ്ങളും ഹിറ്റാണ്. അതെ, അതാണ് ഏറ്റവും രസം. എല്ലാ പടങ്ങളും കച്ചവടമായ പടങ്ങളാണ് മെയിൻലി. മാളികപ്പുറം കച്ചവടവും അതിനപ്പുറം കയ്യിൽ നിന്നൊക്കെ പോയി. അല്ല, ഹിറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സും കൂടെ എല്ലാം. ബാക്കി ഇപ്പൊ നൈറ്റ് ഡ്രൈവ് ആണെങ്കിലും 10ാം ഒക്കെ ബിസിനസ് ആയ പടം, ഒന്നും നഷ്ടങ്ങളല്ല.